കേരളത്താണ് ഓണം എന്ന മഹത്തായ സന്ദേശത്തെ ഉൾപ്പെടുത്തി മണിയൻ എന്ന ആനയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു പരിപാടി അങ്ങോട്ട് ആവിഷ്കരിച്ചു. അതിൽ കേരളത്തെ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ, പിന്നെ മൈത്രി ചാരിറ്റി, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, മറ്റ് പ്രമുഖ ആൾക്കാർ, അമ്പലപ്പടി ക്ലബ്ബ്, ഈ അടുത്തുള്ള പ്രാദേശിക ക്ലബ്ബുകളും സാംസ്കാരിക ക്ലബ്ബുകളും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു പരിപാടിയാണ് നടത്തിയത്. ഇത് ഈ ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ആ വിശ്വാസത്തിലാണ് ഉള്ളത്. ഇതിന് അതേപോലെ ഐക്യം, ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ഐക്യത്തോടും സാഹോദര്യത്തെയും സ്നേഹത്തിൻ്റെയും വശങ്ങളെ കൂട്ടിപ്പിടിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. ഈ വിജയം ഒരു മലയാളിയുടെ വിജയം തന്നെയാണ്. ഓക്കെ. കേരളത്തിൽ വയനാടിൻ്റെ ഇങ്ങേയറ്റത്ത് വനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഇരളം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരു മനസ്സോടു കൂടി കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്നിവിടെ ഈ മെഗാ അത്തപ്പൂക്കളം ഇവിടെ നമുക്ക് ഒരുക്കി ജനങ്ങളുടെ മുന്നിലേക്ക് കാഴ്ചയായി നൽകാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു മനസ്സിൻ്റെ ഐക്യം, ജനങ്ങളുടെ മനസ്സിൻ്റെ ഐക്യമാണ് ഇന്നിപ്പോൾ ഇരളം എന്ന ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തെ ലോകത്തിൻ്റെ നെറുകയിൽ ഇന്നിപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ എവിടെ നോക്കിയാലും ഇരളം എന്നടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മണിയനെയും ഈ പൂക്കളത്തെയും മാത്രമാണ് കാണുന്നത്. ഞങ്ങൾ പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നതാണ്. റീൽസിൽ കണ്ടിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നലെ നല്ല തിരക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ തിരക്കാവുന്നതിന് മുമ്പ് വരാമെന്ന് വെച്ച് വന്നതാണ്. കേട്ടതിനെക്കാട്ടിലും വളരെ അടിപൊളിയായിട്ടുണ്ട് സംഭവം. എന്തായാലും ഇത് ഉണ്ടാക്കിയ സംഘാടകർക്കും എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ പൂക്കളം ഇട്ട് ഇന്ന് 3-ാം ദിവസവും ഇന്നും അതിരാവിലെ മുതൽ ജനങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും ആയിട്ട് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇത് കാണാനായിട്ട്. കേരളത്താണ് ഓണം എന്ന പേരിൽ ലയൺസ് ക്ലബ്ബും മറ്റു പ്രാദേശിക സംഘടനകളും പൊതുജനങ്ങളും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇതിലെ ഹൈലൈറ്റ് ഇത് നമ്മുടെ മണിയനാണ്. മണിയൻ എന്ന് പറയുന്നത് ഇരളംകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. അവൻ്റെ വിയോഗം ഇരളംകാർ ഒരുമിച്ച് കരഞ്ഞ ദിവസമായിരുന്നു അന്ന്. 2019 മണിയൻ എന്ന ആന ഈ ജനങ്ങളെ വിട്ടുപോയത്. ഇരളത്തുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും അത്ര സുപരിചിതമായിരുന്നു മണിയൻ എന്ന കാട്ടാന. ഒരു ഗ്രാമത്തോട് ഇടപഴകി വനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ഗ്രാമത്തിൽ വല്ല ലൈവൊക്കെ ആയിരിക്കും. സ്നേഹമുള്ളവരെ, ഓണത്തോടനുബന്ധിച്ച് ഇരളം പ്രദേശത്തിൻ്റെ കൂട്ടായ്മയാണ് ഈ പൂക്കളം. അത് ഏഷ്യയിലെ ഏറ്റവും വലിയ പൂക്കളമാണെന്നാണ് ഞങ്ങൾക്ക് ഇന്നലെ രാത്രി കിട്ടിയ റിപ്പോർട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ പൂക്കളമാണ് ഇരളത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ ഇരളത്തുകാരിട്ട പൂക്കളം. ലോകമെമ്പാടും ശ്രദ്ധിക്കുന്ന ഒരു പൂക്കളമാണിത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങളൊരു 10-15 ദിവസത്തെ ഒരു കഷ്ടപ്പാടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കാൻ കഴിയുന്നത്. ഈ സമൂഹത്തിലെ, ഈ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളെയും, ആബാലവൃത്തം ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹകരണം നിലനിർത്തിക്കൊണ്ടാണ് ഇത്ര ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ ഒരു വിജയം എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സഹകരണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എന്തായാലും ഇത് ഇരളത്തുകാരുടെ ഒരു വിജയമാണ്. ഇത് ഇത്രയും വലിയൊരു സക്സസ് ആവുമെന്ന്
നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ വെച്ചാൽ 50,000 ആളുകൾ വരുന്നൊക്കെയാണ് ഞങ്ങളന്ന് കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ അവിടെ നിന്നൊക്കെ അങ്ങ് പിടുത്തം വിട്ട് ഏകദേശം ഇന്നലെ ഇപ്പോൾ ഒരു 1,00,000-ന്റെ മുകളിൽ ആളുകൾ വന്നു എന്നൊക്കെ ടൗണിലുള്ളവർ ഇങ്ങനെ പറയുന്നത് കേട്ടു. അത്രമാത്രം ബ്ലോക്കായിരുന്നു. കാരണം ഇവിടുന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ചിയമ്പം വളവ് വരെ അത്രയും വാഹനങ്ങളുണ്ടായിരുന്നു. അവിടുന്ന് നിർത്തിയിട്ട് ഇത്രയും ദൂരം ആളുകൾ കുട്ടികളെയൊക്കെ ആയിട്ട് നടന്നു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവരോട് വളരെയധികം ബഹുമാനം തോന്നുകയാണ്. അത്രയും റിസ്ക് എടുത്ത് നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തി കാണാൻ അവരിവിടെ എത്തിയല്ലോ. അവരോട് ആദ്യം തന്നെ അവരോട് പ്രത്യേക ഒരു സന്തോഷവും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ്. പിന്നെ ഇരുളത്തുള്ള എല്ലാ നിവാസികളുടെയും ഒരു വിജയം തന്നെയാണിത്. കാരണം ഇത് വരച്ചത്, അല്ലെങ്കിൽ പിന്നെ ഇത് ഡിസൈൻ ചെയ്തത്, അതിനുശേഷം ഇതിൽ പൂവിട്ടത്, ഇതെല്ലാം ഇരുളത്തിൻ്റെ പുറത്തുനിന്ന് ഒരാൾ വന്ന് വരച്ചതോ ഒന്നുമല്ല. ഒക്കെ ഇവിടെയുള്ള ആളുകൾ തന്നെ. അതുപോലെ ഇവിടെ പൂവിട്ട ആളുകളാണ് ഇപ്പോൾ നമ്മുടെ പുറയിൽ നിൽക്കുന്ന ദിലീപേട്ടനൊക്കെ എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ ആ മഴയത്ത് മണിക്കൂറുകളോളം, ഏകദേശം നമ്മൾ 13 മണിക്കൂറാണ് ഈ പൂവിടാൻ എടുത്തത്. ആ 13 മണിക്കൂറിൽ 13 മണിക്കൂറും ദിലീപേട്ടൻ അവിടെയായിരുന്നു. ദിലീപേട്ടൻ മാത്രമല്ല, അവർ അതേപോലെ ഇടാൻ ആ കഴിവുള്ള ഐഡിയ ഉള്ള ഒരു 30-40ഓളം ആളുകൾ. അതിൽ നമ്മുടെ പിന്നെ 2 ജനപ്രതിനിധി, ഒരു ജനപ്രതിനിധി, ഒരാൾ കൂത്തുപറമ്പ് മത്സരിച്ച ആൾ, അതായത് ഷിബു, പിന്നെ അതേപോലെ നമ്മുടെ പ്രിയങ്കരനായ ജപ്പാൻ നമ്മുടെ ഷിബു, അതേപോലെ പിന്നെ PTA പ്രസിഡന്റ് ഗിരീഷേട്ടൻ, പിന്നെ നമ്മുടെ കൂത്തുപറമ്പ് മത്സരിച്ച് ജയന്തി രാജൻ, അങ്ങനെയുള്ള വ്യക്തികൾ, അവരൊക്കെ നമുക്ക് തരുന്ന പ്രചോദനം വളരെ കൂടുതലാണല്ലോ. കാരണം അത്രയും അങ്ങനെയുള്ള ആളുകൾ അവിടെ കിടന്ന് മരിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഈ റോപ്പിന് പുറത്തുണ്ടാവുന്നു. ഈ സപ്ലൈ ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ജോലി. അപ്പോൾ ആ സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ, പിന്നെ ഇരുളത്തെ കുട്ടികൾ, ഈ കമൻറ്റിലുള്ള കുട്ടികൾ, മറ്റുള്ള പ്രദേശങ്ങളിലുള്ള കുട്ടികൾ, അതുപോലെ അമ്മമാർ, ഏറ്റവും ചെറിയ കുട്ടികളടക്കം ഇവിടെ ഇരുന്ന് ഇങ്ങനെ, അതേപോലെ ഇതിൻ്റെ ഈ നമ്മുടെ ഗ്രാമങ്ങളിൽ ഓരോ പോയിന്റ്സിൽ, ഓരോ വീട്ടിൽ അവിടെ ഇരുന്ന് അവർ പ്രിപ്പയർ ചെയ്യുന്നു. അതേപോലെ പിന്നെ സച്ചിനെ പോലെയുള്ള ആളുകൾ ഇവിടുന്ന് വണ്ടിയായിട്ട്, രമേശ് ചേട്ടനെ പോലെയുള്ള ആളുകൾ, സുജിത്തിനെ പോലെയുള്ള ആളുകൾ വാഹനങ്ങളുമായിട്ട് പോകുന്നു, കളക്ട് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. ഷംസു അടക്കമുള്ള ആളുകൾ, എന്താ പറയുക, അതൊരു നമ്മളൊരു പൂരമാണ് നടത്തിയത് ആക്ച്വലി ആ 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ. അത് എല്ലാവരുടെയും വിജയമാണ്. ഇരുളം വിജയിച്ചു, അത്രേ പറയാനുള്ളൂ. ഇത് ഏതാണ്ട് എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും? പൂവ് നമുക്ക് ശരിക്കും 22-ാം തീയതി വൈകുന്നേരമാണ് വന്നത്. 22-ാം തീയതി വൈകുന്നേരം ഒരു 11-12 മണിയോടെ വന്നു. നമ്മളിവിടെ ഇറക്കി സൂക്ഷിച്ചു. 23-ാം തീയതി മുതൽ നമ്മളതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്. 23-ാം തീയതി പ്രിപ്പറേഷൻ ആരംഭിച്ചു. നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി മഴ തന്നെയായിരുന്നു. കാരണം ഏറ്റവും കുറഞ്ഞതൊരു 5 തവണ ദിലീപേട്ട വരച്ചിട്ടുണ്ടാവില്ലേ, 5 തവണ വരച്ചു, മാഞ്ഞു പോവുകയാണ്. എന്ത് ചെയ്യാൻ, അങ്ങനെ ഒരു പ്രതിസന്ധി. അതെ തീർച്ചയായും. നമ്മളിത് ഫുള്ള് ഫിനിഷിങ് ആയിക്കഴിഞ്ഞ് 3 മണിക്ക്, രാത്രി 3 മണിക്ക് മഴ പെയ്യുകയും ഈ പൂക്കളത്തിൻ്റെ സെൻട്രൽ ഭാഗം ഒലിച്ചു പോവുകയും ചെയ്തു. 3 മണിക്ക് ശേഷം മഴ തോർന്ന് 4 മണിക്ക് ശേഷം രണ്ടാമത് സെറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടെ നമുക്കുണ്ടായി. ശരിക്കും മഴ വലിയ വെല്ലുവിളിയായിരുന്നു. ഇരുളത്തുകാർ ഇത്തവണ മഴയെയും തോൽപ്പിച്ചു. അതാണ് ഇരുളക്കാരുടെ പവർ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആ മഴ പെയ്ത സമയത്ത് അവതരിച്ച 2-3 സൂപ്പർ ഹീറോസിനെ പ്രതിപാദിക്കാതെ പോകാൻ പറ്റില്ല. ഈ ബണ്ടങ്ങ് പൊട്ടലും നമ്മുടെ പുയ്യാപ്പി, എബി എന്ന് വിളിക്കുന്ന പുയ്യാപ്പി ഈ ചാലിലേക്ക് ഓടി ഇറങ്ങി, അതേപോലെ ആഷിക്ക്, അനന്തു, പിന്നെ ഞാൻ അവിടെ നിന്ന് കരയായിരുന്നു ആക്ച്വലി ആ ഒരു സമയത്ത്. ജിജില് ആ സമയത്ത് വന്നിട്ട് നിങ്ങൾ വിഷമിക്കരുത്, നമ്മളതിന് വഴിയുണ്ടാക്കുമെന്ന് പറഞ്ഞു. ജിജിലും ലിവിച്ചേട്ടനും കൂടി അവിടെ അതിൻ്റെ ഡ്രൈനേജ് അടഞ്ഞു പോയതാണ്. ആ കല്ല് വളരെ കഷ്ടപ്പെട്ട് കുത്തി തുറന്ന് വെള്ളം പുറത്തേക്ക് വിട്ടുകയുണ്ടായി. അതേപോലെ വിശാഖ് ചിലപ്പോൾ വിട്ടുപോകും, ആരും അങ്ങനെ പരിഭവം കാണരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇരുളമാണ്. ഇരുളത്തിൻ്റെ ചില ഭാഗങ്ങളെ നമ്മൾ എടുത്തു പറയുന്നത് മാത്രം. അവർ ചെയ്ത പ്രവൃത്തി നമുക്ക് ആ ഒരു സമയത്ത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പറയാൻ കഴിയില്ല, വാക്കുകൾ കൊണ്ട് പോലും പറയാൻ കഴിയില്ല. നിസ്സഹായനായിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം വെള്ളം കയറുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ഓർമ്മയിലെ ചില പേരുകൾ കൂടി ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. എന്താ പറയുക, ഇത് പൂർത്തിയായില്ലെങ്കിൽ അവിടെ കിടന്ന് മരിക്കാൻ തയ്യാറായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ടായിരുന്നു. നമ്മളെ ഡിസൈൻ ചെയ്ത രഞ്ജിത്ത് നന്ദനം, പിന്നെ നിഖില്, അതേപോലെ അഖിൽ ചന്ദ്രൻ, അഖില്, പിന്നെ സൂരജ് ജോസ്, അതേപോലെ ബിജു വർഗീസ് ഒക്കെ എന്താ പറയുക, ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും നമ്മളിത് തീർത്തിട്ടേ കയറുള്ളൂ. അത്ര ഒരു ഡിറ്റർമിനേഷനിലാണ് നിന്നിരുന്നത്. ഓക്കെ, താങ്ക് യു. എനിക്ക് ഒരു കോള് വരുന്നു. എൻ്റെ പ്രിയ ചങ്കളെ, നിങ്ങൾ ഈ കാണുന്നുണ്ടോ, ഇത് ഞങ്ങളുടെ വയനാട് ജില്ലയിലെ ഇറളം എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലെ ഇവിടുത്തെ ജനങ്ങളുടെയും ഇവിടുത്തെ
ലയൺസ് ക്ലബിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയൊക്കെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഞങ്ങളൊരു പൂക്കളം തീർത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ കാണാനായിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഇത് കാണാനായിട്ട് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ എല്ലാവരെയും കൂടെ കൂട്ടായ ഒരു പ്രയത്നമാണ് ഈ പൂക്കളം. ഇത് കാണുന്നില്ല, കണ്ടോ? ഞങ്ങളിത് 25,000 സ്ക്വയർ ഫീറ്റിലാണ് ഇത് തീർത്തിരിക്കുന്നത്, ഈ പൂക്കളം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥയൊക്കെ വളരെ പ്രതികൂലമായിരുന്നു. പക്ഷേ ഒരു കണക്കിന് അത് നന്നായി. കാരണം വെയിലാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ എത്രാം തീയതി ഇട്ടേ? 25-ാം തീയതി അല്ലേ? 25-ാം തീയതി ഇട്ടാ. ഇന്നിപ്പോൾ 27-ആയി. ഇതുവരെ പൂക്കളത്തിന് വലിയ മങ്ങലൊന്നും സംഭവിച്ചില്ല. അത് ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്നാണേലും മഴയും കാര്യങ്ങളൊക്കെ ഇച്ചിരി പ്രതികൂലമായിരുന്നെങ്കിലും പരിപാടി വളരെ ഗംഭീരമായി. ഇന്നലെയൊക്കെ വളരെ തിരക്കായിരുന്നു ഇവിടെ. വളരെ തിരക്കെന്ന് പറഞ്ഞാൽ ട്രാഫിക്, റോഡുകളെല്ലാം ബ്ലോക്കായിരുന്നു. ഇനിയിപ്പോൾ ഇന്നും കൂടെ ഉണ്ട്. ഇന്ന് നമുക്ക് 27, ഇന്ന് രാത്രി 10 മണി വരെ നമുക്ക് ഇവിടെ ഇത് വന്ന് കാണാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. അപ്പോൾ ഞങ്ങളാണ് ഇത്തവണത്തെ ഓണം. ഞങ്ങൾ ഈ വയനാട്ട് ഇരളം ഞങ്ങളങ്ങ് തൂക്കി. ഓക്കെ. ചേട്ടനെ എവിടുന്ന? പുൽപ്പള്ളിന്നാണ്. ആ, അപ്പൊ നമ്മുടെ ഇരളത്തെ ഈ പൂക്കള കേട്ട് വന്നതാണ്. മിനിങ്ങാന്ന് വന്നത്. അന്ന് വന്നപ്പോഴും ഭയങ്കര തിരക്കായതുകൊണ്ട് ശരിക്കും ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ രാവിലെ തന്നെ തിരക്ക് കൂടുന്നതിന് മുമ്പ് വന്നത്. എന്താണേലും ഇരളത്തിന് ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്രയും കാലങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അഭിമാനാർഹമായ ഒരു ആണ് ഇതിൻ്റെ സംഘാടകർക്ക് ഊഷ്മളമായ അഭിനന്ദനങ്ങളും നന്ദി അർപ്പിക്കുകയാണ്. ഇനി വരും കാലങ്ങളിലും ഇതിലും വലിയ പൂക്കളം നമ്മുടെ ലോക റെക്കോർഡിലേക്ക്, വേൾഡ് റെക്കോർഡിലേക്കുള്ള ഒരു മുന്നേറ്റമായി ഒരു ആദ്യപടി എന്നുള്ള രീതിയിലേക്ക് ഓണം എന്നുള്ളൊരു ആശംസയാണ് അറിയിക്കാനുള്ളത്. മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്താണേലും ഇവരുടെ അധ്വാനത്തിനും വന്നിട്ടുള്ള ഒരാഴ്ചക്കാലമായി ഇതിൻ്റെ പുറകെ നടന്നുള്ള അധ്വാനം ഈ നാട് ഒന്നാകെ ഉള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ആ നാട്ടിൽ ഇതിനുവേണ്ടി സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നിങ്ങളെവിടുന്ന് വരുന്നത്? യഥാർത്ഥത്തിൽ ഞങ്ങൾ പുൽപ്പള്ളിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് രാവിലെ തിരക്കുണ്ടെങ്കിൽ നേരത്തെ വന്ന് സൗകര്യപ്രദമായിട്ട് കാണാൻ വേണ്ടി നേരത്തെ വന്നേ ഉള്ളൂ. ഇത് കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. ഓക്കെ ഓക്കെ. ആളുകളുടെ എഫേർട്ട് ഭയങ്കരമായിട്ട് കുറേ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നത്, അതുപോലെ ഒരു സൗഹൃദത്തെ ഓർമ്മിപ്പിക്കുന്നത്, അപ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ മണിയനെ ഓർമ്മിപ്പിക്കുന്നത്, പൗരാണികത, ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്തായാലും ഇത് ചെയ്ത ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഒരു അവരുടെ ഒരു ഹൃദയത്തിൻ്റെ വിശാലതയ്ക്ക് നന്ദി. നിങ്ങൾ എവിടുന്ന് തന്നെ? ഞാനൊരു കണ്ണൂരിൽ നിന്ന് വരുന്നത്. ഞാൻ 2 ദിവസമായി ഇങ്ങനെ കാണാൻ ശ്രമിക്കുന്നു. എനിക്ക് തിരക്കായതുകൊണ്ട് ഇന്നലെ വന്ന് കയറാൻ പറ്റില്ല. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിൽ കുളിർമ, നമ്മളെ ഓണത്തിൻ്റെ പഴയ തനിമ തിരിച്ചു വന്നതുപോലെ ഇതിനെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും ഭംഗിയുള്ള ഇതിനകത്ത് നമ്മുടെ മണിയൻ. ഞാൻ കുറേ പ്രാവശ്യം വന്നു പോകുമ്പോൾ മണിയൻ കാണാറുണ്ട്. മണിയൻ്റെ ഷോട്ട് സൂപ്പറായി. താങ്ക് യു. ഓക്കെ. ചേച്ചി എങ്ങനെയുണ്ട്? പൂക്കളം എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി അടിപൊളി. നമ്മളല്ലടാ കേരളത്തുള്ള, പിന്നെ അടിപൊളിയാകാണ്ടിരിക്കുമോ? ചേട്ടൻ ഇപ്പം പിടിച്ചില്ലേ? നിങ്ങൾ എവിടുന്ന് വരുന്നത്? ഞങ്ങൾ മുക്കം. അപ്പോൾ ഈ പൂക്കള് കേട്ടറിഞ്ഞു വന്നത് പൂക്കളെ കുറിച്ച് വന്നതാണ്. ഇന്നലെ പുൽപ്പള്ളി വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നാണ് പറഞ്ഞത്. അതെ. അപ്പോൾ നമ്മളെ ഈ ഇരളത്തെ ഈ പൂക്കളത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ഇല്ലത്തെ വളരെ നല്ല ഇതാണ്. നമുക്ക് ഇത്രയും പിന്നെ വിസ്തൃതിയിൽ ചെയ്തൊരു പൂക്കളം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് വല്ല സ്കൂളിൻ്റെ ഉള്ളിലെങ്ങാനും ആയിരിക്കും ഈ പൂക്കളെന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഒരു ഗ്രൗണ്ട് നിറച്ച് ഈ പൂക്കളം ഇട്ടതും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെ അഭിനന്ദനങ്ങൾ. ഓക്കെ. ചേച്ചി, നമ്മളെ ഈ പൂക്കളത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. നമ്മളെ പൂക്കളം എങ്ങനെയുണ്ട്? ചേട്ടൻ എവിടെ നിന്ന് വരുന്നത്? മാനന്തവാടി. ഇത് കണ്ടറിഞ്ഞു വന്നതാണോ? അത് എങ്ങനെ ആളുകൾ പറഞ്ഞ്? കാട്ടറിഞ്ഞു വന്നതാണ്. അത് ഗംഭീരമായിട്ടുണ്ട്. നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഈ ഒരു പരിപാടി ഇത് വലിയൊരു അത്ഭുതമാണ്. ഇത്രയും അളവിലുള്ള പൂ ഇത്രയും ഏരിയയിൽ ഇങ്ങനെ ഇട്ടത് കേരളത്തിൽ തന്നെ ആദ്യമാണെന്ന് തോന്നുന്നു. എന്തായാലും വളരെ ഗംഭീരമാണ്. ഇന്ന് പോയില്ല.